ഇറാൻ്റെ പ്രാചീന കാലഘട്ടത്തിലെ ചരിത്രം മുതൽ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം വരെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എനിക്കറിയാം നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രമായിരിക്കും. പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൽ അരങ്ങേറിയ ഇസ്ലാമിക റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം അറിയാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ പ്രാചീന കാലഘട്ടത്തിലെ ചരിത്രം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വളരെ വേഗതയിൽ 20-ാം നൂറ്റാണ്ടിലെ സംഭവബഹുലമായിട്ടുള്ള ഇസ്ലാമിക റവല്യൂഷനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. കുറച്ചു പേരെങ്കിലും സസാനിഡ് രാജവംശത്തോട് വളരെയധികം താല്പര്യമുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർ നിരാശപ്പെടേണ്ടി വരും. കാരണം ഞാൻ വളരെ പെട്ടെന്നാണ് സസാനിഡ് കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സസാനിഡ് രാജവംശത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇറാന് ഒരുപാട് വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രമാണുള്ളത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് 6000 വർഷത്തെ പഴക്കമെങ്കിലും അവിടുത്തെ സെറ്റിൽമെൻറ്റിനുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത് കുറേയധികം വർഷങ്ങൾക്ക് മുൻപാണ്. സാക്ഷാൽ സസാനിഡ് രാജവംശം. ആ സസാനിഡ് രാജവംശം ആ കാലഘട്ടത്തിലെ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിന് പോലും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പിന്നീട് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഇല്ലാതെ ആയപ്പോൾ ബൈസന്റിയൻ സാമ്രാജ്യം നിലനിന്നു. റോമക്കാരുടെ തന്നെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന സാമ്രാജ്യം. ആ കിഴക്കൻ ബൈസന്റിയൻ സാമ്രാജ്യത്തിനും സസാനിഡ്സ് വലിയ വെല്ലുവിളി തന്നെ ആയിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇസ്ലാം എന്ന ഒരു മതത്തിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. അവർ മുസ്ലിം രാജവംശത്തിന് തുടക്കം കുറിച്ചു. കാലിഫേറ്റ് ഡൈനാസ്റ്റി സസാനിഡ്സിനെ ആക്രമിക്കുന്നു. കാലിഫേറ്റ് ഡൈനാസ്റ്റി എങ്ങനെയാണ് സസാനിഡ്സിനെ കീഴടക്കിയതെന്ന് മുൻപ് കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ ചരിത്രം വിവരിക്കുന്ന വീഡിയോ സീരീസിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ ശക്തമായിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ സസാനിഡ്സിന് സാധ്യമായില്ല. 632 AD അല്ലെങ്കിൽ 632 CE അവർ പൂർണ്ണമായിട്ടും നശിച്ചുപോയി. പിന്നീട് ആ ഭൂഭാഗം ഭരിക്കുന്നത് മുസ്ലിംസാണ്. പിന്നീടുള്ള ഒരു 200 വർഷക്കാലം മതപരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നിരവധി ആളുകൾ മുസ്ലിം മതം സ്വീകരിച്ചു. 13-ാം നൂറ്റാണ്ടായപ്പോഴാണ് ചെങ്കിസ് ഖാൻ്റെ മംഗോളിയൻസ് ഈ പ്രദേശം ആക്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മംഗോളിയൻസ് മുസ്ലിം മതം സ്വീകരിച്ചിട്ടില്ല. 13-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ള കുറേയധികം കാലഘട്ടം മംഗോളിയൻസ് ആണ് ഭരിക്കുന്നത്. ഇതിനിടയിൽ അവർ മതപരിവർത്തനം നടത്തി മുസ്ലിംസായിട്ട് മാറി. മംഗോളിയൻസിൽ തന്നെ പല പല ചെറിയ ഡൈനാസ്റ്റികൾ ഉണ്ടായി. ആ ചെറിയ ഡൈനാസ്റ്റികൾ ഇറാൻ്റെ പല മേഖലകളിലായിട്ട് ഭരിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടങ്ങളിലൊക്കെ പേർഷ്യ എന്ന പേരിൽ പ്രശസ്തമായിരുന്ന ഈ പ്രദേശം 16-ാം നൂറ്റാണ്ടായപ്പോൾ ഭരിക്കുന്നത് സഫാവി ഡൈനാസ്റ്റിയാണ്. ഷാ ഇസ്മയിലാണ് സഫാവി ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അവർ 200 വർഷക്കാലമാണ് ഈ പ്രദേശം അടക്കി ഭരിച്ചത്. മുസ്ലിംസിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും, സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും. ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഉള്ളത് ഇറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ്. അവർ ഷിയ മുസ്ലിമായി മാറുന്നത് ഈ സഫാവി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ പല ഡൈനാസ്റ്റികൾ മാറി വന്നു. പ്രധാനമായിട്ടും 3 ഡൈനാസ്റ്റികളിലൂടെയാണ് പേർഷ്യയുടെ ഭരണം കടന്നു പോകുന്നത്. ഒടുവിൽ 1905 ആകുമ്പോൾ അജ്ജാർ ഡൈനാസ്റ്റിയാണ് ആ പ്രദേശം ഭരിക്കുന്നത്. ആ ഘട്ടത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നു. ആ വിപ്ലവത്തെ തുടർന്ന് ഈ ഒരു പ്രദേശം ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ്. അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു പാർലമെൻറ്റും ഉണ്ടായി. 1917 ബ്രിട്ടനും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം പ്രധാനമായിട്ടും ബ്രിട്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാനിൽ വെച്ചായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഇറാൻ USSRുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഇറാൻ്റെ ഇന്നത്തെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്ന തുർക്ക്മേനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ കാലഘട്ടത്തിൽ USSRൻ്റെ ഒരു ഭാഗമായിരുന്നു. കനത്ത യുദ്ധമാണ് ഈ ഘട്ടത്തിൽ ഇറാനിൽ അരങ്ങേറുന്നത്. ബ്രിട്ടീഷുകാർക്കായിരുന്നു ആദ്യമൊക്കെ മേൽക്കോയ്മ. പക്ഷേ USSRൻ്റെ കനത്ത തിരിച്ചടി പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നു. അതിനെ തുടർന്ന് ഇറാൻ്റെ ഉത്തര കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളൊക്കെ USSR കീഴടക്കി. പിന്നീട് ആ പ്രദേശങ്ങൾ പേർഷ്യൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് USSR പ്രഖ്യാപിച്ചു.
ഇതിൽ രോക്ഷം പൂണ്ട ബ്രിട്ടീഷ് ജനറലായ എഡ്മണ്ട് ടൈനി ബ്രിഗേഡിയർ ജനറലായ റിസ ഷാ പെഹൽവിയെ ഏൽപ്പിച്ചു ഒരു പട്ടാള വിപ്ലവം നടത്താൻ. പട്ടാള വിപ്ലവം വലിയൊരു വിജയം തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന USSRനെ അട്ടിമറിക്കാൻ റിസ ഷയ്ക്ക് സാധ്യമായി. അവിടെ 1921 പെഹ്ലവി ഡൈനാസ്റ്റി ഉണ്ടാകുന്നത്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 1925 പൊളിച്ചെഴുതി റിസ ഷാ പേർഷ്യയിലെ പുതിയ ഷാ ആയി മാറി. പിന്നീട് 10 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1935 അദ്ദേഹം പേർഷ്യയുടെ പേര് ഇറാൻ എന്ന് പുനർനാമം ചെയ്യുന്നത്. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ആ ഘട്ടത്തിൽ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ശത്രുക്കളല്ല, രണ്ടുപേരും ഒന്നു ചേർന്നിട്ടാണ് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. ആ കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളും ഓരോ വിഭാഗത്തിൻ്റെ അണ്ടറിലായിട്ട് യുദ്ധം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണത് ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇറാൻ ഒരു കൂട്ടരുടെയും ഭാഗമാകാൻ താല്പര്യപ്പെട്ടില്ല. അവർ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇറാനിൽ വലിയ തോതിലുള്ള എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എണ്ണ അവിടെ നിന്നും ഖനനം ചെയ്യുന്നുമുണ്ടായിരുന്നു. ഈ രാജ്യം ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് കൊയ്യാൻ സാധിക്കുക. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ എണ്ണയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷാമമുണ്ട്. അത് പരിഹരിക്കാൻ ഇറാന് സാധ്യമാകും. ഇറാനിലെ റിസ ഷയ്ക്ക് ജർമ്മനിയോട് ഒരു കൂറുള്ളതായിട്ട് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും തോന്നി. അതുകൊണ്ട് തന്നെ ആദ്യം അവർ റിസ ഷയോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യാൻ. പക്ഷേ അയാൾ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഒരേ സമയം ഈ രാജ്യം പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തുർക്ക്മേനിസ്ഥാനിൽ നിന്നുകൊണ്ട് ഇറാൻ്റെ ഉത്തര കിഴക്കു ഭാഗത്തെയാണ് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നത്. അതേ സമയം തന്നെ ഇറാഖിൽ നിന്നുകൊണ്ട് ബ്രിട്ടൻ ഇറാനെ ആക്രമിച്ചു. ഒരേ സമയം രണ്ടു വശത്തു നിന്നും യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഇറാന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമായില്ല. ഇരു കൂട്ടരും വളരെ അനായാസമായിട്ട് തന്നെ ഇറാനെ കീഴടക്കി. ഇറാനെ കീഴടക്കിയിട്ട് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അവിടെ ഭരിക്കാൻ കൂട്ടാക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന ജർമ്മനിയോട് കൂറുണ്ടായിരുന്ന റിസ ഷായെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കി അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ മുഹമ്മദ് അലി പഹലവിയെ അടുത്ത ഷായാക്കി മാറ്റി. പിന്നീട് 1979 ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ അല്ലെങ്കിൽ ഷിയായൻ റവല്യൂഷൻ നടക്കുന്ന കാലഘട്ടം വരെ മുഹമ്മദ് അലി ആയിരുന്നു ആ പ്രദേശം ഭരിച്ചിരുന്നത്. ഈ ഒരു റവല്യൂഷൻ രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇറാനിലുള്ള ആളുകൾക്ക് അത് ഇസ്ലാമിക് റവല്യൂഷനാണ്. എന്നാൽ മറ്റുള്ള ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മറ്റ് രാജ്യത്തെ ആളുകൾക്ക് അത് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ആയിരുന്നില്ല. കാരണം അതിൽ അവർ പങ്കെടുക്കുന്നില്ല, അവർക്ക് അതിലൊട്ടും തന്നെ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഷിയായൻ റവല്യൂഷൻ മാത്രമാണ്. എന്തായിരുന്നു 1979 ഈ റവല്യൂഷന് പിന്നിലുള്ള കാരണം? അമേരിക്ക തന്നെയാണ് ആ കാരണം. ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ നടക്കുകയാണ്. രക്തരഹിതമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ. രണ്ടുപേരും ഏകദേശം തുല്യ ശക്തരാണ്. അമേരിക്ക അവിടെ ഇടപെട്ട് ഇറാനെ അമേരിക്കയുടെ ഒരു ഭാഗമാക്കി, അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി. മുഹമ്മദ് അലിക്കും അമേരിക്കയോട് വലിയ താല്പര്യമായിരുന്നു. അവിടുത്തെ കൾച്ചറിനോടും വലിയ താല്പര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വെസ്റ്റേണൈസേഷനാണ് ഈ കാലഘട്ടത്തിൽ ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിലെ ആളുകൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ഈ ഇറാനിലുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ധരിക്കാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇറാനിൽ വന്നു തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഇതിനോട് മതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന വലിയ മതവിശ്വാസികളായിട്ടുള്ള കൺസർവേറ്റീവായിട്ടുള്ള ഇറാനിയൻസിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. മുഹമ്മദ് അലിക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും അവിടെ ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന അത്തരത്തിലുള്ള കൾച്ചറുകൾ കൊണ്ടാടുന്ന ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു മത അധ്യാപകനായ അയത്തുള്ള റൂഹുല്ല ഖമേനിയുടെ കടന്നുവരവ്. അദ്ദേഹം അതിഗംഭീരമായി പ്രസംഗിക്കും. ഖമേനിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വലിയ കൂട്ടമായി എത്തിച്ചേർന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ സന്ദേശം ലഘുലേഖകളായിട്ട് ആളുകൾ പ്രചരിക്കുന്നുമുണ്ട്. അയത്തുള്ള റൂഹുല്ല ഖമേനിക്ക് പറയാനുണ്ടായിരുന്നതെല്ലാം ഭരണാധികാരിക്കെതിരെയായിരുന്നു. മുഹമ്മദ് റീസയ്ക്ക് എതിരെയായിരുന്നു. മുഹമ്മദ് റീസ ഇസ്ലാമിക വിരുദ്ധനായിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ ഖമേനിക്കാണ് കിട്ടിയത്. അയത്തുള്ള റൂഹുല്ല ഖമേനിയും മുഹമ്മദ് റീസയും തമ്മിൽ വാഗ്വാദമായി. നേരിട്ടുള്ള വാഗ്വാദമല്ല. ആദ്യം ഖമേനി പ്രസംഗിക്കും മുഹമ്മദ് റീസയ്ക്കെതിരെ.
അതിനു മറുപടിയായിട്ട് റീസ പ്രസംഗിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കുറച്ചു കാലം മുന്നോട്ട് പോയി. 63-ലെ ഖമേനിയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കൂടി ആയപ്പോൾ മുഹമ്മദ് റീസയ്ക്ക് അദ്ദേഹത്തിൻ്റെ റിലേ തെറ്റി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കുറച്ച് പോലീസുകാരെ ഖമേനിയുടെ വീട്ടിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹത്തെ തടവിലാക്കി, വീട്ടു തടവിലാക്കി. അതോടുകൂടി വലിയ പ്രക്ഷോഭമാണ് തെരുവിൽ അരങ്ങേറിയത്. ഖമേനിയെ എത്രയും പെട്ടെന്ന് തടവിൽ നിന്ന് മോചിപ്പിക്കണം, മുഹമ്മദ് റീസ രാജിവെക്കണം, ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. ഇതായിരുന്നു ആ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ആവശ്യം. പ്രൊട്ടസ്റ്റേഴ്സ് തെരുവുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി പൊതുസ്വത്ത് അവർ നശിപ്പിക്കാൻ തുടങ്ങി. ഒരു ഗത്യന്തരവും ഇല്ലാതെ ആയതോടുകൂടി മുഹമ്മദ് റീസ ഒരു കടുങ്കൈക്ക് മുതിർന്നു. ഖമേനി ഈ രാജ്യത്ത് നിൽക്കുന്നതല്ലേ പ്രശ്നം, ഈ രാജ്യത്ത് നിന്ന് തന്നെ അയാളെ അങ്ങ് മാറ്റിയാലോ. അങ്ങനെയാണ് ഇറാഖിലേക്ക് നാട് കടത്തുന്നത്. പക്ഷേ ഇറാഖിലേക്ക് നാട് കടത്തിയത് ഒരു വലിയ അബദ്ധമായിരുന്നു. നാട് കടത്തുകൂടി ചെയ്തപ്പോൾ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ വിധം അങ്ങ് മാറി. കുറച്ചുകൂടെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായി. പൊതുസ്വത്തുകൾ നശിപ്പിക്കാൻ തുടങ്ങി. പോലീസുകാരുമായിട്ട് ആക്രമണങ്ങൾ സംഭവിച്ചു. 1978 ഒരു വലിയ കൂട്ടം ഷിയ വിശ്വാസികൾ തെരുവിൽ ഒത്തുകൂടി. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകുമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അവർ പിരിഞ്ഞു പോയില്ല. ആ കൂട്ടം അവിടെ തന്നെ നിന്നു. അതൊരു വലിയ പ്രതിഷേധമായി മാറി. പ്രക്ഷോഭം അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായി മുഹമ്മദ് റീസ അന്ന് ആ ദിവസം തന്നെ മാർഷൽ ലോ കൊണ്ടുവന്നു. അതിൻ്റെ ചാർജ് എന്ന് കിട്ടിയത് ഗുലാം അലിക്കായിരുന്നു. ഗുലാം അലി ഒരു വലിയ സംഖ്യ പട്ടാളക്കാരുമായി നേരെ ജലായി സ്ട്രീറ്റിലേക്ക് കുതിച്ചു. അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട് അദ്ദേഹം ഒരു വലിയ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു. ആ ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം അനേകം പ്രൊട്ടസ്റ്റേഴ്സാണ് കൊല്ലപ്പെട്ടത്. ആ ദിവസം ഇന്നും അറിയപ്പെടുന്നത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേരിലാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭകരെല്ലാം ഭയന്നു പോകുമെന്നാണ് റീസ കരുതിയിരുന്നത്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആളുകൾ കൂടുതലായി സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ, പിന്നീടുള്ള ആഴ്ചകളിൽ, പിന്നീടുള്ള മാസങ്ങളിൽ കുറേ കൂടി ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചത്. ഇറാൻ അക്ഷരാർത്ഥത്തിൽ കത്താൻ തുടങ്ങി. മുഹമ്മദ് റീസയ്ക്ക് നിക്കക്കള്ളി ഇല്ലാതെയായി. അങ്ങനെയാണ് 1979 ജനുവരി മാസം 16 അദ്ദേഹം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. പിന്നീട് അധിക കാലമൊന്നും അദ്ദേഹത്തിന് ആയുസ്സുണ്ടായിരുന്നില്ല. 1980 തന്നെ അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് അങ്ങോട്ട് അയത്തുള്ള റൂഹുല്ല ഖമേനിയുടെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഇറാനിലെ ആദ്യത്തെ സുപ്രീം കമാൻഡറായി മാറി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇറാനിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുകയാണ്. എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടും. ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണം ഇറാനിൽ നടപ്പിലാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. അത് നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാനായി 88 അംഗങ്ങളടങ്ങുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുണ്ട്. മുഷ്തഹിദ് എന്നാണ് ആ ഓർഗനൈസേഷൻ്റെ പേര്. അവർ എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങളാണ്. ഓരോ 8 വർഷം കൂടുന്തോറും ഇലക്ഷൻ നടക്കും. പിന്നീട് അങ്ങോട്ട് ഇറാനിലെ ഭരണം 2 കൗൺസിലുകളുടെ അടിസ്ഥാനത്തിലാണ് നടന്നത്. അതിൽ ഒന്ന് ഇസ്ലാമിക് കോൺസുലേറ്റ് അസംബ്ലി, രണ്ടാമത്തത് ഗാർഡിയൻ കൗൺസിൽ. ഇസ്ലാമിക് കോൺസുലേറ്റ് അസംബ്ലിയിൽ 290 പേരുണ്ട്. 290 പേരും ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളാണ്. ഗാർഡിയൻ കൗൺസിൽ അങ്ങനല്ല. ആദ്യത്തെ ഇസ്ലാമിക് കോൺസുലേറ്റ് അസംബ്ലി പാസ്സാക്കുന്ന നിയമങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഗാർഡിയൻ കൗൺസിലാണ്. ആ ഗാർഡിയൻ കൗൺസിലിലെ പ്രധാനപ്പെട്ട നേതാവ് സുപ്രീം കമാൻഡറായിട്ടുള്ള അയത്തുള്ള റൂഹുല്ല ഖമേനി. അദ്ദേഹത്തോടൊപ്പം 12 അംഗങ്ങൾ കൂടിയുണ്ട്. ആ 12 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മതപരമായിട്ടുള്ള അറിവ് എത്രമാത്രമുണ്ടെന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ 12 പേരെ തിരഞ്ഞെടുക്കും. ആ 12 പേരിൽ 6 പേരെ തിരഞ്ഞെടുക്കുന്നത് അയത്തുള്ള റൂഹുല്ല ഖമേനി നേരിട്ടാണ്. അവശേഷിക്കുന്ന 6 പേരെ തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാമിക് കോൺസുലേറ്റ് അസംബ്ലിയുമാണ്. സുപ്രീം കമാൻഡർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി ഇറാനിലെ പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡൻറ്റ്. ഇസ്ലാമിക ഭരണം വന്നതോടുകൂടി അവിടെയെല്ലാം ശാന്തമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്നാണ് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല പോയത്. ഇസ്ലാമിക റവല്യൂഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ റീസയുടെ പട്ടാളക്കാർ
കൊന്നു തള്ളിയത് ഏകദേശം 3000-ഓളം വരുന്ന സാധാരണക്കാരെ ആയിരുന്നു, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റേഴ്സിനെ ആയിരുന്നു. പക്ഷേ ഇസ്ലാമിക് റിവല്യൂഷന് ശേഷം അയത്തുള്ള റൂഹുല്ല ഖമേനി അധികാരത്തിൽ വന്നതിന് ശേഷം 1985-86 കാലഘട്ടത്തിൽ മാത്രം മരണമടഞ്ഞത് 8000-ഓളം വരുന്ന ആളുകളാണ്. അതും അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു അവയെല്ലാം. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. തൂതി പാർട്ടി എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറാനിലുണ്ട്. ആ തൂതി പാർട്ടിയിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയായിരുന്നു അയത്തുള്ള റൂഹുല്ല ഖമേനി. ശരിക്കും പറഞ്ഞാൽ ഈ തൂതി പാർട്ടി ഇസ്ലാമിക് റവല്യൂഷനിൽ അയത്തുള്ള റൂഹുല്ല ഖമേനിയോടൊപ്പമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അധികാരമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം അവരെ തന്നെ ഖമേനി വേട്ടയാടി. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഇറാനിലുണ്ടായത്. തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു മുസ്ലിം രാജ്യമായിട്ടുള്ള ഇറാഖുമായിട്ടും പ്രശ്നമുണ്ട്. രണ്ട് രാജ്യത്തും, ഇറാനിലും ഇറാഖിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഷിയ മുസ്ലിംസാണ്. പക്ഷേ ഇറാഖിലൊരു പ്രശ്നമുണ്ട്. ഇറാഖിൽ 60% ഷിയ മുസ്ലിംസ് ഉണ്ടെങ്കിൽ പോലും ആ രാജ്യം ഭരിക്കുന്നത് ഒരു സുന്നിയായ സദാം ഹുസൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സദാം ഹുസൈൻ ഇറാനെ നന്നായിട്ട് ഭയപ്പെട്ടിരുന്നു. ഇറാനും ഇറാഖിൻ്റെ മേൽ ഒരു കണ്ണുണ്ട്. ഇത്രയധികം ഷിയ മുസ്ലിംസ് ഉണ്ടായിരിക്കുന്ന ആ രാജ്യത്ത് എന്തിനാണ് ഒരു സുന്നി ഭരിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇറാനിൻ്റെ വിവിധ മേഖലകൾ ഉയർന്നു കേട്ടു. സദാം ഹുസൈന് നല്ല ഭയം തോന്നി. അങ്ങനെ ഇറാനും ഇറാഖും തമ്മിൽ അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഖമേനിയാണ്. കാരണം ഖമേനി 1979 ഒരു പ്രഖ്യാപനം നടത്തി. ഒരു സുന്നി ഭരിക്കുന്ന ഇറാഖിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഷിയ മുസ്ലിംസ് അവിടുത്തെ ഭരണം ഏറ്റെടുക്കണം. ഇതായിരുന്നു യുദ്ധത്തിൻ്റെ കാരണമായി മാറിയത്. സദാം ഹുസൈനാണ് ആദ്യം ആക്രമിക്കുന്നത്. ഇറാൻ്റെയും ഇറാഖിൻ്റെയും അതിർത്തി പ്രദേശത്തൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഷാട്ട് അൽ അറബ്. ആ നദി ഉപയോഗിച്ചാണ് ഇറാൻ പേർഷ്യൻ ഗൾഫിലേക്ക് സഞ്ചരിക്കുന്നത്. സദാം ഹുസൈൻ്റെ ഇറാഖ് ആ നദിയുടെ 2 കരകളും ഒരേ സമയത്ത് കീഴ്പ്പെടുത്തി. 1980 ആരംഭിച്ച യുദ്ധം പിന്നീട് 1988 വരെ നീണ്ടുനിന്നു. ഇറാഖിന് അമേരിക്കയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അമേരിക്ക ആധുനികമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ ഇറാഖിന് കൊടുത്തു. സൗദിയുടെ സപ്പോർട്ടും സദാം ഹുസൈന് തന്നെ കിട്ടി. സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് സൗദി കൊടുത്തത്. 2 രാജ്യങ്ങളുടെയും സഹായമായപ്പോഴേക്കും ഇറാഖ് അതിശക്തമായിട്ട് തന്നെ ഇറാനെ ആക്രമിച്ചു. അതിർത്തി പ്രദേശങ്ങളൊക്കെ ഇറാഖ് കീഴ്പ്പെടുത്തി. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 1984 ആയപ്പോഴേക്കും ഇറാൻ ശക്തമായിട്ട് തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന് ഒരുപാട് ബാനും കിട്ടിയിട്ടുണ്ട്. തീവ്രവാദത്തെ നേരിട്ട് സഹായിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാനെ ഉൾപ്പെടുത്തി. അതോടുകൂടി മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇറാനിലേക്ക് യുദ്ധക്കോപ്പുകൾ അയക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ്. ഒരു രാജ്യത്തിനും ഇപ്പോൾ ആയുധം ഇറാനിലേക്ക് അയക്കാൻ സാധിക്കില്ല, വിൽക്കാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്ക വിറ്റു. അമേരിക്ക തന്നെയാണ് അങ്ങനൊരു ബാൻ കൊണ്ടുവന്നത്. പക്ഷേ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് അമേരിക്ക കൂടുതൽ പണം വാങ്ങി ഇറാന് ആയുധം വിറ്റു. ആ ആയുധം കൂടി ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഇറാഖിനെ ആക്രമിക്കുന്നത്. അമേരിക്ക ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാകണം. ആ നേട്ടം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ യുദ്ധം ആരംഭിക്കുന്നത്. ആദ്യമൊക്കെ സൗജന്യമായിട്ട് യുദ്ധക്കോപ്പുകൾ കൊടുക്കും, പിന്നീട് പണത്തിനായിരിക്കും അവർ കൊടുക്കുന്നത്. അത് ശരിക്കും അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെറുതായിട്ടൊന്ന് കൈപൊള്ളി. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധം സംഭവിച്ചുവെന്ന് വേണം പറയാൻ. 1988 ഇറാൻ്റെ ഒരു കൊമേഴ്സ്യൽ വിമാനം അവർ വെടിവെച്ചിട്ടു. 290 സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അന്ന് മരണമടയുന്നത്. അമേരിക്ക ദുഃഖം രേഖപ്പെടുത്തുക മാത്രമല്ല, അന്നത്തെ 13 കോടി അമേരിക്കൻ ഡോളറാണ് ഇറാന് നഷ്ടപരിഹാരമായിട്ട് അമേരിക്ക കൊടുത്തത്. അമേരിക്കയ്ക്ക് പറ്റിയ ഈ അബദ്ധം ഇറാൻ ശരിക്കും ഒരു ആയുധമായിട്ട് തന്നെ ഉപയോഗിച്ചു. 1988 ഇറാൻ ഇത് UN ഉയർത്തി കാണിച്ചു. സാധാരണക്കാരായിട്ടുള്ള 290 ആളുകളെയാണ് അമേരിക്ക ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു തള്ളിയത്. UN യുദ്ധത്തിൽ ഇടപെട്ടു. അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇതോടുകൂടി ഇറാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് വാഴ്ത്തപ്പെടാൻ തുടങ്ങി. കാരണം 8 വർഷം നിരന്തരമായി അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടിയിട്ടും ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അമേരിക്ക ഒടുവിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറി.
ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് അമേരിക്കയല്ല, ഇറാഖുമല്ല, സൗദി അറേബ്യയാണ്. എന്തിനാണ് സൗദി അറേബ്യ ഇത്രയധികം പണം ഇറാനെതിരെ പമ്പ് ചെയ്തത്? അതിൻ്റെ പിന്നിൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സൗദി ഒരു ഷിയ മുസ്ലിംസ് ഉള്ള രാജ്യമല്ല, സുന്നി മുസ്ലിംസ് കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൂടാതെ രണ്ട് രാജ്യത്തിൻ്റെയും കൾച്ചർ തീർത്തും വ്യത്യസ്തമാണ്. സൗദിയിലുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള അറബികളാണ്, അവരുടെ കൾച്ചർ അറബിക് കൾച്ചറാണ്. പക്ഷേ ഇറാൻ്റെ കൾച്ചർ തീർത്തും വ്യത്യസ്തമാണ്. അവർ സസാനിഡ് രാജവംശത്തിൻ്റെ പിൻതലമുറക്കാരാണ്, അവർ പേർഷ്യൻസ് ആണ്. രണ്ട് കൂട്ടരും അവരാണ് ഏറ്റവും മികച്ചതെന്ന് സ്വയം വാദിക്കുന്ന ആളുകളാണ്. സൗദിക്ക് നല്ല ഭയമുണ്ട്, അവരുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ട്. പക്ഷേ അവരൊരു വലിയ സൈനിക ശക്തിയൊന്നുമല്ല. തങ്ങളെ ഇറാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്നും കീഴടക്കുമെന്നും സൗദി ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയധികം പണം പമ്പ് ചെയ്തത്. എക്കാലത്തും സൗദി അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അമേരിക്കയെ ഉപയോഗിച്ച് ഇറാനെ വകവരുത്താമെന്നുള്ള ചിന്ത തന്നെയാണ്. സൗദി അറേബ്യയ്ക്ക് ഇറാനോട് വിദ്വേഷം തോന്നാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. മെക്ക സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണല്ലോ. ഇറാനിൽ നിന്ന് ഒരുപാട് പേർ മെക്കയിലെത്തും തീർത്ഥാടകരായിട്ട്. ഇങ്ങനെ മെക്കയിലെത്തിയ തീർത്ഥാടകരുമായിട്ടും സൗദി അറേബ്യയുടെ അതോറിറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളൊക്കെയാണ് സൗദി അറേബ്യയെ ഇറാനെതിരെ തിരിയാനായി പ്രേരിപ്പിക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി മരണമടഞ്ഞു. 1989 ജൂൺ മാസം. അടുത്തതായി ആരാണ് അധികാരത്തിലേറാൻ പോകുന്നത്? നിയമപ്രകാരം അധികാരത്തിലേറേണ്ടത് ആയത്തുള്ള ഹുസൈൻ അലി മൊണ്ടസരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇനി അടുത്ത സുപ്രീം കമാൻഡറാകാൻ സാധിക്കില്ല. കാരണം റൂഹുല്ല ഖൊമൈനി മരിക്കുന്നതിനും ഏകദേശം ഒരു വർഷം മുമ്പ് ഇദ്ദേഹം സർക്കാരിനെതിരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, സർക്കാരിനെ വിമർശിച്ചിരുന്നു. ഇറാനിൽ അങ്ങനെ സുപ്രീം കമാൻഡറിനെയോ സർക്കാരിനെയോ വിമർശിക്കാൻ പാടില്ല. അത് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പാടില്ല. അങ്ങനെ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന്, അതായത് അടുത്ത അധികാരി എന്ന സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തിരുന്നു. ഇനി ആരാണ് അടുത്ത സുപ്രീം കമാൻഡർ ആകുക? ഇറാനിലെ നിയമം അനുസരിച്ച് ഒരു മാർജയായിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ് സുപ്രീം കമാൻഡർ ആകാൻ സാധിക്കുന്നത്. മാർജ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന അതോറിറ്റി ഉള്ള ഇസ്ലാം മതത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തി എന്നാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷേ മാർജ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും സുപ്രീം കമാൻഡർ ആകാൻ പറ്റുമോ? സുപ്രീം കമാൻഡർ ആകണമെങ്കിൽ അതിനൊരു നേതൃപാഠവും വേണം. എല്ലാ മാർജ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു സവിശേഷതയില്ല. അത്തരത്തിലൊരു സവിശേഷതയില്ലാത്തൊരു വ്യക്തിയാണ് അടുത്ത സുപ്രീം കമാൻഡർ ആകുന്നതെങ്കിൽ അത് ഇറാൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ഇറാൻ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അസംബ്ലി കൂടി. അസംബ്ലിയിൽ ഒരു പേര് ഉയർന്നു കേട്ടു. അത് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പേരാണ്. അദ്ദേഹം പക്ഷേ മാർജ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളല്ല, നിലവിലുള്ള ഇറാൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം മതത്തെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ട്. മാർജ വിഭാഗത്തിലുള്ള ആളല്ലെന്ന് മാത്രം. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാർജ വിഭാഗത്തിലല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സുപ്രീം കമാൻഡർ ആകാൻ സാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തിയല്ലേ ആയത്തുള്ള അലി ഖൊമൈനി. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരുത്തലുകൾ വരുത്തി മാർജ വിഭാഗത്തിലല്ലാത്ത ആയത്തുള്ള അലി ഖൊമൈനിയെ അടുത്ത സുപ്രീം കമാൻഡറാക്കി മാറ്റി. രണ്ട് സുപ്രീം കമാൻഡറും, അതായത് ആദ്യത്തെ സുപ്രീം കമാൻഡർ ആയിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമൈനിയും ഇപ്പോൾ രണ്ടാമതായിട്ട് സുപ്രീം കമാൻഡറായ ആയത്തുള്ള അലി ഖൊമൈനിയും കുപ്രശസ്തർ തന്നെയാണ്. രണ്ടുപേരും കുപ്രശസ്തമായിട്ടുള്ള ഒരുപാട് മാസാക്രെ നടത്തിയിട്ടുണ്ട്. ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി മരിക്കുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 1988 വളരെ കുപ്രശസ്തമാർന്ന പ്രിസണേഴ്സ് മാസാക്രെ നടന്നത്. അന്ന് ഏകദേശം 3000 മുതൽ 30,000-ഓളം വരുന്ന പ്രിസണേഴ്സിനെയാണ് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത്. അത് ആയത്തുള്ള റൂഹുല്ല ഖൊമൈനിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പിന്നീട് രണ്ടാമത്തെ കമാൻഡറായി മാറിയിരുന്ന 1988 ഇറാനിയൻ പ്രസിഡൻ്റായിരുന്ന ആയത്തുള്ള അലി ഖൊമൈനിയാണ്. അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഖൊമൈനികളും ക്രൂരമായിട്ട് തന്നെ പ്രതികരിക്കും.
മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് റീസ എങ്ങനെയാണോ പ്രതികരിച്ചിരുന്നത് അതിൻ്റെ 10 മടങ്ങ് ഗാംഭീര്യത്തോടു കൂടിയായിരിക്കും ഇവർ രണ്ടുപേരുടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഉദാഹരണം ഈ അടുത്ത കാലത്ത് നടന്നതാണ്. 2026 ജനുവരി മാസത്തിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ സംഭവം നടക്കുന്നതിനും 1 മാസം മുമ്പ് ജനുവരിയിൽ അദ്ദേഹം ഒരു വലിയ കൂട്ടക്കൊലപാതകം നടത്തിയിരുന്നു. ആ കൊലപാതകം അറിയപ്പെടുന്നത് ജാനുവരി മാസക്ര എന്ന പേരിലാണ്. 2026 ജനുവരി മാസത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ഇറാനിൽ ഉണ്ടായത്. ആ സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടന്നു. അനേകം ആളുകൾ പ്രക്ഷോഭകരായി നിരത്തിലിറങ്ങി പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ചു. അതിനു മറുപടിയായി അയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചത് വളരെ ക്രൂരമായിട്ടായിരുന്നു. എന്തും ചെയ്യാനുള്ള അധികാരമാണ് അദ്ദേഹത്തിൻ്റെ പോലീസുകാർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാർഡിന് കൊടുത്തത്. വെറും 2 ദിവസം കൊണ്ട് 30,000 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ജനുവരി 8, ജനുവരി 9 ദിവസങ്ങളിൽ. ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ കാലഘട്ടത്തിലെ ഏത് ചരിത്രമെടുത്താലും ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. 2026 സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. 2019 നവംബറിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം നടന്നിരുന്നു. അന്നത്തെ പ്രതിഷേധത്തിൻ്റെ കാരണം പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ വിലയാണ്. വിലയങ്ങ് കൂടി. വില കൂടിയപ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അവർ പ്രതിഷേധിച്ചു. അയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിന് കൊടുത്ത ഉത്തരവ് എന്തും ചെയ്യാനുള്ള ഉത്തരവായിരുന്നു. അവരത് അക്ഷരം പ്രതി പാലിച്ചു. 1500 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ പ്രക്ഷോഭം അല്ലെങ്കിൽ ആ പ്രത്യാക്രമണം അറിയപ്പെടുന്നത് നവംബർ മാസക്ര എന്ന പേരിലാണ്. 2022 സെപ്റ്റംബർ മാസം 16-ാം തീയതി മഹ്സ അമീനി എന്ന 22 വയസ്സുകാരിയെ ഗൈഡൻസ് പോലീസ് അല്ലെങ്കിൽ മൊറൈൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതാണ് ഈ പോലീസിൻ്റെ ജോലി. അവർ കൊണ്ടുപോയി അതിക്രൂരമായിട്ടാണ് അവളെ പീഡിപ്പിച്ചത്. അവളെ ശാരീരികമായി മർദ്ദിച്ച് അവശയാക്കി. അവൾ കൊല്ലപ്പെട്ടതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് അവൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതാണെന്നാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നീട് ലീക്കായി. അതിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനം ആ കുട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന്. അവളുടെ തലയിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. അതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. അല്ലാതെ അത് ഹൃദയാഘാതത്തിലൂടെ കുഴഞ്ഞു വീണ് മരിച്ചതല്ല. അതൊരു കൊലപാതകമായിരുന്നു. സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത കൊലപാതകം. സ്റ്റേറ്റ് കൊന്നതൊക്കെ സാധാരണക്കാരായ ആ രാജ്യത്തെ പൗരന്മാരെയായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഏറ്റവും മോശമായ സാഹചര്യമുള്ളത് ഇറാനിലാണെന്ന്. പക്ഷേ അത്രയും മോശമായിട്ടുള്ളൊരു സാഹചര്യമല്ല ഇറാനിലെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ഒമർ ബദ്മാഷ് ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നത് ഇറാനിലുള്ള സ്ത്രീകളെക്കാൾ മോശമായ സാഹചര്യമുള്ളത് സൗദി അറേബ്യയിലുള്ള സ്ത്രീകൾക്കാണെന്നാണ്. സൗദി അറേബ്യയിലുള്ള സ്ത്രീകൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇറാനിലുള്ള സ്ത്രീകൾക്ക് മത്സരിക്കാൻ സാധിക്കും. അവരുടെ പാർലമെൻറ്റിൽ 6% സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്. ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് പോലും പാർലമെൻറ്റിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വെറും 15% മാത്രമാണെന്നും കൂടി ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇറാനിലെ സ്ത്രീകൾക്ക് സ്വന്തമായി വാഹനം ഓടിക്കാം, സൈക്കിൾ ചവിട്ടാം. ഭർത്താവിൻ്റെയോ മകൻ്റെയോ അച്ഛൻ്റെയോ ഒന്നും ലീഗലായിട്ടുള്ള പെർമിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാം. അവർക്ക് ഒരു പാസ്പോർട്ട് എടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാം. പക്ഷേ സൗദി അറേബ്യയിൽ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ സൽമാൻ രാജാവ് അധികാരത്തിലേറിയതിന് ശേഷം സൗദി അറേബ്യയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. സ്ത്രീകൾക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഇറാൻ്റെ അത്രയും സ്വാതന്ത്ര്യം സൗദി അറേബ്യയിലെ സ്ത്രീകൾ ആഘോഷിക്കുന്നില്ല. ഇറാന് സ്വന്തമായിട്ട് ഒരു വനിതാ ഫുട്ബോൾ ടീം വരെ ഉണ്ട്. പക്ഷേ സൗദി അറേബ്യയിൽ അത്തരത്തിലുള്ളൊരു ടീമില്ല. സൗദി അറേബ്യയിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തെന്ന് കരുതുക. ആ സ്ത്രീയെ റിലീസ് ചെയ്യണമെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ മകനോ അച്ഛനോ പെർമിഷൻ കൊടുക്കണം. അതായത് ജഡ്ജിയല്ല പെർമിഷൻ കൊടുക്കേണ്ടത്, ആ സ്ത്രീയുടെ വേണ്ടപ്പെട്ട പുരുഷന്മാർ വേണം പെർമിഷൻ കൊടുക്കാൻ.
അവർ പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. പക്ഷേ ഒരു പുരുഷനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ സ്ത്രീയുടെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല ആ പുരുഷനെ അവിടെ നിന്ന് റിലീസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.